അപ്ലിഫ്റ്റ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അപ്ലിഫ്റ്റ് മീഡിയ പരിചയപ്പെടുത്തുന്നത് കമല ടീച്ചറെയാണ്. 73-ാം വയസ്സിലും മെറ്റൽ ഷീറ്റിൽ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഈ കലാകാരി. നമസ്കാരം ടീച്ചർ. നമസ്കാരം. നമ്മൾ ഈ അലൂമിനിയം ഷീറ്റിലെ ചിത്രപ്പണികളൊന്നും ആദ്യം പൊതുവെ ആരും കാണാറില്ല. ടീച്ചർ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പല എനിക്ക് എപ്പോഴും ഞാൻ വ്യത്യസ്തതയാണ് ഓർക്കാറ്. ഇനിയിപ്പോൾ എന്ത് പഠിച്ചാലും ശരി, അത് അനുകരണമല്ലാതെ വ്യത്യസ്ത ശൈലിയിൽ. അപ്പോൾ എനിക്ക് മെറ്റൽ എംബോസിങ് പഠിക്കണമെന്ന് തോന്നി. ടൂൾസ് വർക്കാണത് മെയിനായിട്ട്. പൊതുവേ ഒരു ഹാർഡ് വർക്ക് അതൊക്കെ എനിക്കിഷ്ടമാണ്, ഈ ശില്പികളുടെ അതൊക്കെ. അപ്പോൾ മെറ്റൽ എംബോസിങ് പഠിച്ചു. അതിൽ പല ചിത്രങ്ങളും നാച്ചുറലായിട്ട് ചെയ്യും, മറ്റേ എല്ലാം ചെയ്യും. അതൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് മൈൻഡാണ് എൻ്റെ. ശരിക്കും ടീച്ചറെ സ്വദേശം മാവൂർ തന്നെയാണോ? ഞാൻ ജനിച്ച് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ്. കൂത്തുപറമ്പ്, പാട്യം ഇതൊക്കെയായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ. പിന്നെ അവിടുന്ന് ഒരു വളരെ ചെറുതിൽ 8 വയസ്സിലെ നാട് വിട്ടിങ്ങോട്ട് പോന്നു. അച്ഛനമ്മ ഫാമിലി ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഗോളിയറൻസിൻ്റെ ആ ഒരു തിരുവിട്ട കാലഘട്ടമായിരുന്നു. പിന്നെ എല്ലാം ഇവിടെ തന്നെയാണ് വളർന്നത്, പഠിച്ചത് എല്ലാം ഇവിടെ തന്നെ. ഇപ്പോൾ നിങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ കൂടുതലും മലയാളികളാണോ എടുക്കുന്നത്? മലയാളികൾ മാത്രമല്ല, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പൂനെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പിക്ചർ അവൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ സെയിലായിട്ടുണ്ട്. അവിടെ ഒരു കൊച്ചു വീടാണെങ്കിലും അവർ ഒരു വിളക്കും തിരിയും വയ്ക്കും, നല്ല ഭക്തിയാണ്. അങ്ങനെ അവിടെ ഒരുപാട് പിക്ചർ പോയി. അവർ വീണ്ടും വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പൂനെ, ബോംബെ അവിടെ പോയിട്ടുണ്ട്. ഒരുപാട് കുറേ ദൂരോട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ പിന്നെ കുറേയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. ഈ ചിത്രവര അല്ലാണ്ട് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകൾ, പാട്ട് അങ്ങനെ എന്തെങ്കിലും ആദ്യം ഉണ്ടായിരുന്നു? കല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അപ്പോൾ പാട്ട് വളരെ ചെറുതിലെ അങ്ങനെ പഠിക്കാൻ ആഗ്രഹമായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യം മാറി ഇവിടെ എത്തി. ഞാൻ വലുതായതിന് ശേഷം ഈ ജോലി ചെയ്യുന്ന സമയത്തും സംഗീതം ഞാനത് പഠിച്ചു. എൻ്റെ ഘട്ട ഭാഗവതർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് കുറേ പഠിച്ചു. പിന്നെ വേറൊരു കൃഷ്ണ മാഷുണ്ടായിരുന്നു, പഠിച്ചു. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് ഈ TBയുടെ അസുഖം, ചെസ്റ്റിനായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് വരാൻ തുടങ്ങി, ഭയങ്കര ചുമയും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ പാടാൻ പറ്റില്ല, ചെസ്റ്റിനായതുകൊണ്ട് ശബ്ദം മാറി. അപ്പോൾ പിന്നെ ആ ഒരു ആഗ്രഹം അതവിടെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ആഗ്രഹം പാവപ്പെട്ട കുറേ കുട്ടികളെ, ഈ പണക്കാരായ കുട്ടികളൊക്കെ മത്സരിച്ച് ദൂരമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ആഗ്രഹം ഉണ്ട്, രക്ഷിതാക്കൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവില്ലാതെ ഒരുപാട് മക്കൾ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കലാക്ഷേത്രം, ഗുരുകുലം കലാക്ഷേത്രം തുടങ്ങി. പാവപ്പെട്ടിരിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി. എൻ്റെ ആഗ്രഹം അവരിൽ കൂടെ സാധിച്ചു. അതൊരുപാട് വർഷം ഉണ്ടായിരുന്നു. സംഗീതം, നൃത്തം, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ചെണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ വർഷം അങ്ങനെ ചെയ്തു. അതെവിടെയായിരുന്നു? ഇതിവിടെ കൾച്ചർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലായിരുന്നു എൻ്റെ ഗുരുകുലം കലാക്ഷേത്രം. അത് പിന്നെ നിന്ന് പോയത് ആ ക്ഷേത്രം ദേവസ്വം ബോർഡും ട്രസ്റ്റുമായിട്ടുള്ള കേസായിരുന്നു. അതിൽ പിന്നെ നമ്മളൊരു മത്സരത്തിന് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതത് മാഷന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാം സെപ്പറേറ്റ് അധ്യാപകരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വിട്ടുകൊടുത്തു. പക്ഷെ അവരിപ്പോൾ എവിടെയെല്ലാം ഉണ്ട്. നൃത്തം ഉണ്ട്, വേറെ വളനൂർ വിഷ്ണുമാഷ, അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കതിലേക്കൊന്നും ഇനി ഈ വീഴ്ച അപകടവും പറ്റി. അപ്പം അങ്ങനെയൊന്നും ഒന്നിലേക്കും പോകുന്നില്ല, ഇവിടെ ഇരുന്ന് വരയ്ക്കും. ടീച്ചർ വരച്ചതിൽ ഏറ്റവും വലിയ ചിത്രം ഏതാണ്? ഞാൻ വരച്ചതിൽ ഈ വീട് ഷോക്കേസിൻ്റെ മെഷർമെൻറ്റ് തന്നപ്പോൾ ആ ഒരളവിൽ ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. പിന്നെ 2 ശകുന്തള പിക്ചർ വരച്ചിട്ടുണ്ട്, കുറേ സെയിലായിട്ടുണ്ട്. വയനാട്ടിൽ ഒരു റിസോർട്ടിലേക്ക് മാനന്തവാടിയോ അങ്ങനെ എവിടെയോ ഒരു വലിയ ശകുന്തള പോയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം അവിടെയുള്ള അത്രയും വലുത്, അത് എത്ര വലുത് വേണമെങ്കിലും വരയ്ക്കുക. പക്ഷേ അതിന് മെറ്റീരിയൽ കിട്ടുന്നില്ല, ഷീറ്റ് കിട്ടുന്നില്ല.
ഇതിൻ്റെ എംബോസിങ് ഷീറ്റ് 32 kg എന്ന് പറഞ്ഞാൽ ആ kg തീരെ ഇല്ല. അത് ഈ എംബോസിങ്ങിന് മാത്രമായിട്ട് ഇറങ്ങിയിരുന്നതാണ്. പക്ഷെ അത് ആരും ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് കിട്ടുന്നില്ല. പിന്നെ ഇൻകാർവിങ്, അത് ഇൻകാർവിങ് ആണ് കൂടുതലും ചെയ്യുന്നത്. അത് 28 kg ആണ്. ടൂൾസ് വർക്കാണ്, ഫുൾ ടൂൾസ് വർക്കാണ് ഡിസൈൻ. അതാണിപ്പം മെറ്റീരിയൽ കിട്ടാത്ത പ്രയാസം നല്ലോണമുണ്ട്. അതിൻ്റെ പെയിൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ 2007 ഞാൻ വരുത്തിയ പെയിൻ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് കുറേ. ടീച്ചർ ഇതിന് മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? ജോലി എന്ന് പറഞ്ഞാൽ ഒരു 16 ഏജിൽ 16 വയസ്സിൽ ഞാൻ ടൈലറിങ് പഠിച്ചു. അതായത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു നിലനിൽപ്പ് വേണ്ടിയിരുന്നു. അപ്പോൾ ടൈലറിങ് പഠിച്ചു. അത് മുഴുവനായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ഓൾ ഡ്രസ് മേക്കേഴ്സ് ആൻഡ് അങ്ങനെ ഒരു 5-8 വർഷം അതിൽ കൂടെ തന്നെ വർക്ക് ചെയ്തു, കുട്ടികളെ പഠിപ്പിച്ചു, പഠിച്ചുകൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് ചിട്ടിങ് മില്ലിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് മേഖലയിൽ കൂടെ കടന്നു വന്ന് പിന്നെ ഇവിടെ ഫാദർ മരിച്ചപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടൈലറിങ് കട. അതെല്ലാം ചെയ്ത് അപ്പോഴും ഉണ്ടായിരുന്ന പുറത്തും ക്ലാസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ റെഡിമെയ്ഡിൽ ഫാഷൻ ഡിസൈനർ ആൻഡ് കട്ടറായിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ മാവൂർ മഹിളർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ആർട്ട് ടീച്ചർ, ഡ്രോയിങ് ടീച്ചറായിട്ട് ഒരു 10 വർഷം ജോലി ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യാത്ര പോകുമായിരുന്നു, അതിലൊരു അപകടം പറ്റി. അതിനുശേഷം 11ാമത്തെ വർഷം റിസൈൻ ചെയ്തു. അങ്ങനെ പിന്നെ ഫ്രീ ആയിട്ട് പിന്നെ ഒന്ന് തുടങ്ങാനൊന്നും തോന്നിയിട്ടില്ല. കാലിനായിരുന്നു പോകാനും വരാനുള്ള വിഷമം കൊണ്ട്. പിന്നെയെല്ലാം മോൻ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഇവിടെ ഇരിക്കും, അങ്ങനെ വരയ്ക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള വരുമാനം നിൽക്കുമ്പോൾ നമ്മളെ മനസ്സ് റെഡിയില്ല. ഒരു തോന്നുമ്പോൾ വരയ്ക്കും, അതങ്ങോട്ട് ഇടും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മോൻ തന്നെയാണ് ഇതിലേക്ക് ഒന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ എത്ര വർഷങ്ങളായി ഇത് ചെയ്തിട്ട്? ഞാൻ വന്നപ്പോൾ തോന്നും ദൈവങ്ങളെ ചിത്രങ്ങളാണ്. അപ്പോൾ പോർട്രേറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ. അത് കൂടുതലായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു 2-3 വർഷം അത്രയേ ആയിട്ടുള്ളൂ. അതിലിടയ്ക്ക് കുറേയെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 200-ൽ പരം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റായിട്ടും സെയില് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് ചിത്രങ്ങൾ എല്ലാവരെയും വരയ്ക്കും, പ്രകൃതിയെ. പക്ഷേ ഇത് ദൈവങ്ങളുടെ ചിത്രങ്ങളാകുമ്പം കൂടുതൽ സെയിലാവും. മറ്റുള്ള ഈ നമ്മൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ വാട്ടർ അതിനൊന്നും റൈറ്റ് ഇടാനും കഴിയില്ല, ഒരുപാട് ടൈം എടുക്കും ടൂൾസ് വർക്കായതുകൊണ്ട്. പിന്നെ മനുഷ്യരെയൊക്കെ നമ്മൾ അബ്ദുൽ കലാമിനെ ചെയ്തു, ഇപ്പം മമ്മൂട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. ആരെയും വേണമെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെറുതെ വയ്ക്കുകയല്ലേ. ഇതൊക്കെ പ്രദർശനങ്ങളായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? പ്രദർശനത്തോടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ താല്പര്യമുണ്ട്. ആദ്യമൊക്കെ ഞാൻ വരച്ചങ്ങനെ അവിടെ ഇടും, പൊടി നിറഞ്ഞു കിടക്കും. ഇപ്പം മോനെ, എൻ്റെ ഇളയ സിസ്റ്റർ മോനാണിത്, അവനിത് മുന്നോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സിനെ ഒന്നുണർത്തി അവനാണിത് കൊണ്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രദർശനം നടത്താറുണ്ട്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല.